തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീറും വാശിയുമുള്ള ഒരു പ്രചരണ രംഗത്തൊക്കെ സജീവമാണ് സ്ഥാനാർത്ഥികൾ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് 3 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു സമയമുണ്ട്. ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂരിലാണ്. നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ ആതിര രാധാകൃഷ്ണൻ നൽകും. ആതിര, ഇതുവരെയായിട്ട് എത്രത്തോളം പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്? മായ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ അങ്ങ് കൊഴുക്കുകയാണ്. ഈ സമയത്ത് പ്രചരണമൊക്കെയായി മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ രംഗത്തുണ്ട്. ഈ നാമനിർദ്ദേശ പത്രിക ഏതായാലും ഇന്നത്തോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് ഇന്ന് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ആ ഒരു സമയം അവസാനിക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. 24-ാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു തീയതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 24-ാം തീയതിക്ക് ശേഷം എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ ഒരു അന്തിമമായ ഒരു കണക്ക് നമുക്ക് ലഭിക്കുക. നിലവിൽ ഏതായാലും ഇതുവരെ 95,369 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു അന്തിമമായിട്ടുള്ളൊരു കണക്കൊന്നുമല്ല, കാരണം ഇന്ന് 3 മണി വരെ കൂടി സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഇനിയും ധാരാളം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളൊരു സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടു കൂടി അവസാനിക്കുമ്പോൾ ഒരു ഏകദേശ കണക്ക് നമുക്ക് ലഭ്യമാകും. പക്ഷെ നാളത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷവും അതുപോലെ തന്നെ 24-ാം തീയതി ഈ പത്രിക സ്ഥാനാർത്ഥികൾക്ക് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് 24-ാം തീയതി. അതിനുശേഷമായിരിക്കും അന്തിമമായി എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചതിലൊക്കെ തന്നെ ഒരു തീരുമാനം വരിക. നിലവിൽ ഏതായാലും ഇന്നത്തോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു അവസാന തീയതിയാണ്. ഇന്ന് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക അവർക്കൊക്കെ തന്നെ സമർപ്പിക്കാം. അതിനുശേഷം സമർപ്പിക്കാനുള്ള സാധിക്കില്ല എന്നുള്ളതാണ്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 24-ാം തീയതി ആയിരിക്കും ഈ സ്ഥാനാർത്ഥികൾക്ക് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.